ആഴക്കടലിൽ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയി ദുരന്തമായ ടൈറ്റാൻ പേടക ദുരന്തത്തിന്റെ ഓർമ്മയിൽ ലോകം കഴിയുമ്പോൾ 1000 മനുഷ്യരെ ശുക്രനിലേക്ക് അയക്കാനാവുമെന്ന അവകാശവാദവുമായി ഓഷ്യൻ ഗേറ്റ് സഹസ്ഥാപകൻ ഗില്ലർമോ സോഹ്ലൻ 2050 ആവുമ്പോഴേക്കും ഇത് സാധ്യമാവുമെന്നാണ് പറയുന്നത്. 2009-ലാണ് സോഹ്ലനും സ്റ്റോക്ടൺ റഷും ചേർന്ന് ഓഷ്യൻ ഗേറ്റ് സ്ഥാപിക്കുന്നത്. ടൈറ്റാനിക് അവശിഷ്ടം കാണാൻ പോയി മരണമടഞ്ഞ ടൈറ്റാൻ പേടകത്തിലെ യാത്രക്കാരിൽ ഒരാളായിരുന്നു സ്റ്റോക്ടൺ റഷ്. അടിസ്ഥാനപരമായ സുരക്ഷയുടെ നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോഴും ശുക്രനിലേക്കുള്ള യാത്രയുടെ രാജ്യാന്തര കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കാനുള്ള തിരക്കിലാണ് സോഹ്ലൻ. സുരക്ഷിതമായും കുറഞ്ഞ ചിലവിലും ശുക്രനിലേക്കുള്ള യാത്ര നമുക്ക് ഇന്ന് തുടങ്ങാമെന്നാണ് ബ്ലോഗ് പോസ്റ്റിൽ സോഹ്ലൻ പറയുന്നത്. ഭൂമിയുടെ ഇരട്ട എന്ന വിളിപ്പേരുണ്ടെങ്കിലും ഉയർന്ന താപനിലയിൽ മർദ്ദവുമുള്ള ശുക്രൻ മനുഷ്യന് വാസയോഗ്യമല്ലാത്ത ഗ്രഹമായാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. EM വരെ ഉരുക്കുന്ന അന്തരീക്ഷ താപനിലയും സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ അന്തരീക്ഷവുമുള്ള ഗ്രഹമാണിത്. എന്നാൽ വലിപ്പം അടക്കം ഭൂമിയുടെ പല കാര്യങ്ങളിലും ചേർന്ന് നിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയിൽ നിന്നും ഏകദേശം 24 ദശലക്ഷം മൈൽ, അതായത് 3.86 കോടി കിലോമീറ്റർ അകലെയുള്ള ശുക്രനിലെത്താൻ മാസങ്ങളെടുക്കും. യാത്രാ സമയത്തേക്കാൾ മോശം കാലാവസ്ഥയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹമായിട്ടും ശുക്രനിലേക്കുള്ള യാത്രകളിൽ നിന്നും ബഹിരാകാശ ഏജൻസികളെ പിന്നോട്ട് വലിക്കുന്നത്. 464 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 3000 അടി വരെ താഴ്ചയിൽ അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദവുമാണ് ശുക്രനിലെത്തുന്നവരെ കാത്തിരിക്കുന്നത്. അതിന് ശുക്രനിൽ ആരിറങ്ങുന്നുവെന്നാണ് സോഹ്ലന്റെ ചോദ്യം. ശുക്രന്റെ 50 കിലോമീറ്റർ അകലത്തായി അന്തരീക്ഷത്തിൽ ഒഴുകുന്ന മനുഷ്യ കോളനികൾ സൃഷ്ടിക്കാമെന്നാണ് വാദം. ഈ ഉപരിതലത്തിൽ ഏകദേശം ഭൂമിയുടേതിന് 98% യോജിക്കുന്ന കാലാവസ്ഥയാവും ഉണ്ടാവുകയെന്നും ഇത് മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമാണെന്നുമാണ് സോഹ്ലൻ വാദിക്കുന്നത്. ശുക്രനിൽ നിന്ന് ഈ അകലത്തിൽ നിന്നാൽ ഭൂമിയുടേതിന് സമാനമായ വായുമർദ്ദവും താപനിലയുമാണ് ഉണ്ടാവുക. ആസിഡിനെ പ്രതിരോധിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പേടകങ്ങൾ നിർമ്മിച്ചാൽ സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളെയും പ്രതിരോധിക്കാനാവും. ഈ മേഘങ്ങളിൽ നിന്നും കുടിവെള്ളം വേർതിരിച്ചെടുക്കാമെന്ന് സോഹ്ലൻ പറയുന്നു. മനുഷ്യന് താമസിക്കാനും കോളനികൾ സ്ഥാപിക്കാനും ചൊവ്വയേക്കാൾ മെച്ചപ്പെട്ട ഗ്രഹം ശുക്രനാണെന്നും സോഹ്ലൻ വാദിക്കുന്നുണ്ട്. ഭൂമിയോട് കൂടുതൽ അടുത്തുള്ള ഗ്രഹം ശുക്രനാണ്. ഭൂമിയുടേതിന് ഏതാണ്ട് തുല്യമായ ഭ്രമണപഥമാണ് ശുക്രനുള്ളത്. അതുകൊണ്ട് കുറഞ്ഞ ചിലവിലും എളുപ്പത്തിലും ഇവിടേക്ക് എത്താനാവുമെന്നാണ് സോഹ്ലൻ പറയുന്നത്. ശുക്രന്റെ അന്തരീക്ഷത്തിൽ മനുഷ്യ കോളനികൾ സ്ഥാപിക്കുന്ന പദ്ധതി നാസയ്ക്കുമുണ്ടായിരുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡ് വിനീസ് ഓപ്പറേഷണൽ കൺസെപ്റ്റ് എന്നറിയപ്പെടുന്ന ഈ പദ്ധതി 2015-ലാണ് നാസ എഞ്ചിനീയർമാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ പിന്നീട് പ്രായോഗിക നിർദ്ദേശങ്ങളുടെ അഭാവത്തെ തുടർന്ന് ഇത് കടലാസിൽ ഒതുങ്ങിപ്പോവുകയായിരുന്നു. 2050 ആവുമ്പോഴേക്കും 1000 മനുഷ്യരെ ശുക്രനിലേക്ക് അയക്കാനാവുമെന്ന സ്വപ്നം കാണുകയാണ് ഗില്ലർമോ സോഹ്ലൻ.